അടുത്ത വീടിലേക്ക് എത്തിയാട്ടോ. അത് നല്ല ഈ കിടക്കുന്ന വഴിയൊക്കെ വമ്പം വെള്ളമാണ്. അല്ല കഴിഞ്ഞോട്ടെ വേഗം ഇതിന്റെ പമ്പ് വെക്കാനുള്ള ഗ്യാപ്പില്ല. റൂം മൊത്തം വെള്ളത്തിലാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലീൻ നടക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ രണ്ടാമത്തേക്ക് വന്നതാണ് ടോയ്ലറ്റ്. ഇതാ ഒയാക്കൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ വെള്ളം ഇനി അങ്ങ് അടുത്ത ഞങ്ങൾ ചെയ്യാൻ വന്ന ലൈക്കാട് വന്ന പ്രവർത്തകരാണ്. ഇതായത് കിച്ചനാണ് വേണ്ടില്ല, മൊത്തം കച്ചറാണ്. അപ്പോൾ അവിടെ നിന്ന് ഓണാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാ പരിപാടികളും. നമ്മളെ പ്രവർത്തകർ അടുത്ത വീട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് ചെയ്താണ്ടിരിക്കണേ. മുപ്പര വീടാണ്. അച്ഛാ എത്ര ദിവസം ഇവിടെ വെള്ളം ഇങ്ങനെ ഇത്ര കിടന്നിട്ട്? 16 തുടങ്ങിയല്ലേ? കുത്തി എത്ര പേര് വെള്ളം കയറിയിരുന്നു ഇവിടെ? ഭിത്തിന്റെ അവിടെ ലൈവില് വരെ പറയും എവിടെ പാട് അവിടെ വെള്ളം കയറില്ല. അതൊക്കെ പറ്റി ഒഴിവാ അല്ലെങ്കിൽ താന്നു പോയതല്ലേ ഹൈറ്റ്? അപ്പൊ നിങ്ങൾ താമസം ഇപ്പൊ എവിടെയാണ്? ഫ്ലാറ്റില് വേറെ താമസിക്കുക. അന്ന് ഇവിടെ ഉണ്ടായിരുന്നു താമസിച്ചിരുന്നു. ഈ വെള്ളം കയറിയ സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു? നിങ്ങൾ ഇവിടുന്ന് പോയതല്ലേ? വെള്ളം കയറാൻ തുടങ്ങി പോയില്ലേ? നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? രണ്ടുപേരല്ലേ? ആ പിള്ളേര് ദുബായിലല്ലേ? ആ ഓക്കെ. നിങ്ങൾ നാട്ടിലെവിടെയാന്ന് പറഞ്ഞേ? അവസാന ഘട്ടത്തിലാട്ടോ. കുറഞ്ഞ വാക്കൂടെ ക്ലീൻ ചെയ്യാനല്ലോ ചെയ്തെടുക്കുക. ബാക്കിയുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്ത റൂം നമുക്കൊന്ന് സന്ദർശിക്കാം. റൂമാണ് താഴെ അടിപൊളിയാക്കിയത്, നല്ല വൃത്തിയാക്കി പോകാം. നമ്മൾ ആദ്യത്തെ മുന്നേ വീഡിയോകൾ കണ്ടു വേണ്ടി നല്ല വൃത്തിയാക്കി. അത് പറ്റ കച്ചറായി എല്ലാം വൃത്തിയാക്കി. അടുത്ത റൂമാണ് ഇതാ നല്ല വൃത്തിയാക്കിയത്. ഈ ഫാനൊക്കെ ഇട്ടിട്ട് ഒന്നുണങ്ങി വൃത്തിയാൽ ഉഷാറായി. കിച്ചൺ ഇതാ മുന്നത്തെ വീഡിയോ എടുത്തതിൽ നോക്കുകയാണെങ്കിൽ പറ്റ കച്ചറ. ഇത് നമ്മളെ ടീം നല്ല പ്രവർത്തിച്ചാലാണ് ഇതൊക്കെ വൃത്തിയായതുള്ളൂ. നമ്മൾ സതക്ക മാത്രമാണ് ചെയ്യുന്നുണ്ടത്. അതായത് ഈ ടോയ്ലറ്റ് നമ്മൾ വൃത്തിയാക്കേണ്ടത് പറ്റ മോശമായിരുന്നു. നമ്മളിതാ ഓക്കെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ക്ലീനിയർ നമ്മളെ ഇക്കായ ടീം സത്യധാര ടീമുകൾ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് യുഎഇയുടെ ഏറ്റവും വലിയൊരു ഫ്ലഡായിരുന്നു. അവിടെ ഈ ലെവലിലായിരുന്നു. ആ ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ അവിടെ അല്ലേ? ആ അത് എത്ര ദിവസം വരെ ഉണ്ടായിരുന്നു വെള്ളം? നമ്മള് 16-ാം തീയതിയാണ് രാത്രിയാണ്. ഓക്കെ. വെള്ളം വന്ന് വീട്ടിൽ കയറുമ്പോൾ നമ്മള് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇവിടുന്ന് പോയതായിരുന്നു. പ്രവാസിയായിട്ട് എത്ര നാളെ നിങ്ങൾ ഇവിടെ? എത്ര വർഷമായി? നമ്മൾ 95 വന്നു. 95 വന്നാ? 95 പ്രവാസിയായി. ആ പിന്നെ ഇവിടെ വന്നതിന് നമ്മള് സ്വന്തം വീട് ഉപയോഗിക്കുന്നത് 20 വർഷത്തിന് മുകളിലായി ഇവിടെ അല്ലേ? 25 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കത്ത് കാര്യമൊന്നും വന്നില്ല. ഇത്രയും ഉയരത്തിൽ വന്നില്ലല്ലേ? സാധാരണ നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോ അത്രേ ഉണ്ടായുള്ളൂ. വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായില്ല. ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴും ആദ്യം വന്നിട്ട് ഇവിടെ വെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അതിനും പ്രയാസം ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കണ്ടില്ലേ ഇത്ര അരമണിക്കൂറിനുള്ളിൽ തീർത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ്. നിങ്ങൾ കണ്ടില്ലേ വൃത്തി എല്ലാ റൂമും എല്ലാം വൃത്തി കണ്ടീഷൻ അല്ലേ? അതെ അതെ. അപ്പൊ സത്യധാര നിങ്ങൾക്ക് പ്രത്യേകം എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദി. താങ്ക് യു. ഓക്കെ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കും. ആയിക്കോട്ടെ.